ഇനി മഞ്ജുഷ മറ്റൊരു വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചേലക്കരയിലും വയനാട്ടിലും 14% എത്തിയിട്ടുണ്ട്. ചേലക്കരയിൽ 14.64%, വയനാട് ഏകദേശം 14%. ഇപ്പോൾ അനുമോദ് CV അനുമോദ് ചേരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വയനാടിന്റെ ഏറനാടാണ് അനുമോദ് ഉള്ളത്. അനുമോദ്, എന്താണ് വിവരം? നല്ല രീതിയിൽ പോളിംഗ് പോകുന്നുണ്ടെന്നാണല്ലോ പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ. തീർച്ചയായും മഞ്ജുഷ, വയനാട് പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ തന്നെയാണ് ഉയരുന്നത്. നമ്മോടൊപ്പം ഏറനാട് MLA PK ബഷീറുണ്ട്. അദ്ദേഹം GM LP സ്കൂൾ അവിടെ പത്തപ്പിരിയത്ത് വോട്ട് ചെയ്യാൻ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. നല്ല തിരക്ക് രാവിലെ എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ അല്ലേ? ജനങ്ങൾ വളരെ ആവേശത്തിലാണ്. ഒന്ന്, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥി. രണ്ട്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത്. ജനങ്ങൾ മുഴുവൻ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ രോഷം ഈ തെരഞ്ഞെടുപ്പ് പ്രകടമാവും. പിന്നെ ഇന്ത്യക്ക് ഭാവി പ്രതീക്ഷയുള്ള ഒരു പുതിയ താരോദയമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. അതുകൊണ്ട് അവർ ഇന്ത്യ പാർലമെന്റിൽ എത്തണം, രാജ്യത്തെ നയിക്കാൻ അവരൊക്കെ പ്രാപ്തരാണ്. അതിന്റെ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പുണ്ടാവും. പ്രിയങ്ക വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രചരണം നടത്തിയത്. മുമ്പ് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും അത്തരത്തിലൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നില്ല. എങ്ങനെയാണ് അതിനെ കാണുന്നത്? രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഇന്ത്യ പാർലമെന്റിൽ 544 സീറ്റും തെരഞ്ഞെടുപ്പാണ്. അന്ന് രാഹുൽ ഗാന്ധിക്ക് എല്ലാ ഭാഗങ്ങളിലും പോകണം. അപ്പൊ രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് വന്നെന്ന് എല്ലായിടത്തും പോയിരുന്നു, ഫസ്റ്റ് സ്ഥാനാർത്ഥിയായിരുന്നു. രണ്ടാമത് വന്നപ്പോഴാണ് ഇതേമാതിരി, അന്ന് അദ്ദേഹം വന്നു ഒരു ഇൻട്രൊഡ്യൂസർ. അതേമാതിരി സ്ഥാനാർത്ഥി ആദ്യത്തെ ഒരു ഇതിൽ വരുമ്പോൾ എല്ലായിടത്തും പോകും. ഇതൊരു ബൈ ഇലക്ഷനാണ്, അവർക്ക് സമയമുണ്ട്. അപ്പൊ അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി വരണം, അവർ ആളുകളെ കണ്ട് വിഷയമാണെന്ന് മാത്രമേ ഉള്ളായിരുന്നു. ജനങ്ങൾ അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പൊ സമയം ഉണ്ടാവും വരും. പിന്നെ സ്ഥാനാർത്ഥി വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇവിടെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുക? വളരെ റിസൾട്ടിലെ ഭൂരിപക്ഷം വളരെയധികം വർദ്ധിക്കും. പിന്നെ ഒരു സ്ഥാനാർത്ഥി അവരവിടെ നിൽക്കുന്ന അന്തപുരത്തൊക്കെയല്ല, ജനങ്ങളുടെ ഇടയിലേക്കാണ് ഇറങ്ങേണ്ടത്. ഇത് മോദിയല്ല, ഇത് പ്രിയങ്കാ ഗാന്ധിയാണ്, നെഹ്റു ഫാമിലിയാണ്. രാജ്യത്തെ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു കുടുംബത്തിലെ, രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗാണ്. അപ്പൊ അവർക്കതറിയാം. ജനങ്ങളെ പൾസ്, ജനങ്ങളെ കാണണം. ജനങ്ങളെ കാണുമ്പോഴല്ലേ അവരുടെ പ്രയാസങ്ങളും അടപ്രസങ്ങളും ആ നാടിന്റെ അവസ്ഥയും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അവർ വന്നു. പ്രചരണത്തിൽ കണ്ടത് പ്രിയങ്കയെ കാണാനും കേൾക്കാനും വനിതകളുടെ വലിയ സാന്നിധ്യം. മാത്രമല്ല UDFന്റെ തന്നെ വനിതാ സംഘം പ്രചരണത്തിൽ ശക്തമായിട്ട് ഇറങ്ങുന്നു. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ മുതൽ പല പോളിംഗ് ബൂത്തിൽ പോകുമ്പോഴും വനിതകളുടെ നീണ്ട നിര കാണുന്നുണ്ട്. അതൊക്കെ ഈ പ്രചരണം ഗുണം കണ്ടു എന്നതിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് 10-40 കൊല്ലമായി. പിന്നെ കുടുംബ സംഗമങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഇത്രയധികം കുടുംബ സംഗമത്തിൽ വനിതകളും അതുപോലെ തന്നെ ചെറുപ്പക്കാരും ഒക്കെ കാരണവന്മാരും ഒക്കെ പങ്കെടുത്ത കുടുംബ സംഗമങ്ങൾ അപൂർവമായിരുന്നു. ഇത്രയും വലിയ പങ്കാളിത്തം 300, 400, 500, 600 ആളുകൾക്ക് ഒരു ബൂത്ത് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ 2 ബൂത്ത് കേന്ദ്രീകരിച്ച് വരുമ്പോൾ നമ്മളൊരു ലോക്കലായിട്ട് പൊതുയോഗം നടത്തുന്നതിനേക്കാളും എത്രയോ നല്ല റിസൾട്ട് ആയിരിക്കും. ആ കുടുംബങ്ങളുടെ റിസൾട്ടാണ് ഈ ആളുകളൊക്കെ വരുന്നത്. എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവർക്കൊരു ആവേശമുണ്ട്. പോളിംഗ് പെർസെന്റേജ് നന്നായിട്ട് കൂടുന്നുണ്ടല്ലേ? പോളിംഗ് പെർസെന്റേജ് നന്നായി കൂടുന്നുണ്ട്. ഭൂരിപക്ഷ പ്രതീക്ഷ നമ്മള് 6 ലക്ഷം വരെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. 5++ ആണ് നമ്മള് ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും വരും. ഇപ്പോഴത്തെ പുതിയ വിവാദം കൂടി, EP ജയരാജന്റെ ഒരു പുസ്തകത്തെ കുറിച്ച് വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം അത് നിഷേധിച്ചു വന്നു. പക്ഷേ ആ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇത് ഇന്നത്തെ ദിവസം എങ്ങനെ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്? 2 തെരഞ്ഞെടുപ്പിലുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി. ഒന്നുകിൽ ആരോ EP-നെ മോശക്കാരനാക്കാൻ ചെയ്തിട്ടുണ്ട്. EP-നെ തുറന്നു പറയുന്ന ഒരാള് ഹൃദയശുദ്ധിയുള്ള ഒരാളാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പ്രായോഗിക കമ്മ്യൂണിസ്റ്റുകാരനാണ്. ചിലപ്പോൾ ഈ ആത്മകഥ എഴുതുമ്പോൾ കള്ളത്തരം പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവര് പറഞ്ഞപ്പോൾ മറ്റവര് എഴുതിയിട്ടുണ്ടാകാം. പിന്നെ DC ബുക്സ് പോലുള്ള ഒരു ബുക്സ് ആകുമ്പോൾ അതിന്റേതായ ഒരു ഇതുണ്ടല്ലോ. വിവാദങ്ങളൊന്നും പിൻവലിച്ചതാവും അല്ലേ? ആയിരിക്കാം. ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകാലോ. തെരഞ്ഞെടുപ്പിൽ അതും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. പാലക്കാട് ചേലക്കര. പാലക്കാട് സരിനെ പറ്റിയൊക്കെ അത്ര ശരിയല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു പാർട്ടി, ആ പാർട്ടിന്റെ ഗതികേടുകൾ ആലോചിക്കണം. ഒരു കാലഘട്ടത്തിൽ കാസർഗോഡ് നായനാർക്ക് നിൽക്കാൻ പറ്റില്ല, കണ്ണൂരിൽ നിന്ന് പറഞ്ഞപ്പോൾ കാസർഗോഡ് പറഞ്ഞപ്പോൾ പാലക്കാട് കൊണ്ടേ നിർത്തിയ ഒരു പ്രദേശത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വേരൂന്നിയ ഒരു പ്രദേശത്ത്, ആ പ്രദേശത്തല്ലേ നിങ്ങൾ നോക്കി ഇന്നലെ വരെ കോൺഗ്രസ് ആയി UDFന്റെ കൂടെ നിന്ന ഒരുത്തനെ കൊണ്ടേ സ്ഥാനാർത്ഥിയാക്കണ്. സ്ഥാനാർത്ഥിയെ തന്നെ നിശ്ചയിക്കാനും ജനകീയരായ നേതാക്കന്മാർ CPM ഇല്ലാതെയായി പോകുന്നതിന്റെ ഒരു ആകത്തുകയാണത്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ മഞ്ജുഷ. അതാണ് PK ബഷീർ MLA യുടെ വിലയിരുത്തൽ. നമുക്ക് ഇവിടെ